വെൽക്കം. ഡിറ്റർമിനൻസ് ചാപ്റ്ററിലെ തേർഡ് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല ആ മാട്രിക്സിൻ്റെ റോയും കോളം ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാട്രിക്സ് എഴുതുവാണ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു മാട്രിക്സ് ഉണ്ടെന്ന് വെച്ചോ. Let's say 2 minus 3 5 6 0 4 1 5 minus 7 ഇതാണ് മാട്രിക്സ് എന്ന് വെച്ചോ. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ -28 എന്നായിരിക്കും. ഇനി ഇതിൻ്റെ റോയും കോളം ഇൻ്റർചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ മാട്രിക്സിൻ്റെ കേസിൽ വരുമ്പോൾ അതിൻ്റെ മീനിങ് എ ട്രാൻസ്പോസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ 2 minus 3 5, ഇവിടെ 6 0 4, ഇവിടെ 1 5 minus 7. അപ്പം ഇത് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഈ എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും ഈ സെയിം വാല്യൂ തന്നെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. റോയും കോളം ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റോ ആൻഡ് കോളം ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ചേഞ്ച് ആവില്ല. ഡിറ്റർമിനൻറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ട് റോയോ അല്ലെങ്കിൽ കോളമോ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ സൈൻ ചേഞ്ച് ആകും. അപ്പോൾ നേരത്തെ എഴുതിയ സെയിം എക്സാമ്പിൾ തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയാനായിട്ട് നേരത്തെ എഴുതിയ മാട്രിക്സ് തന്നെ ചെയ്യാം. 2 minus 3 5 6 0 4 1 5 minus 7. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ -28 ആണ്. ഇനി ഒരു രണ്ട് റോ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണമെന്ന് വെച്ചോ. അതായത് ഈ ഒരു ഓപ്പറേഷൻ R2 ചേഞ്ചിങ് വിത്ത് R3. അതായത് സെക്കൻഡ് റോയും തേർഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ റിമെയിൻസ് സെയിം, സെക്കൻഡ് റോ എന്ന് പറയുന്നത് തേർഡ് റോ ആയിട്ട് മാറും, അതുപോലെ തേർഡ് റോ സെക്കൻഡ് റോയും ആവും. 6 0 4. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് ആ ഫസ്റ്റ് മാട്രിക്സിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഫസ്റ്റ് -28 ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്നത് -28 ആയിരിക്കും, അതായത് +28 ആയിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോയോ കോളം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു ith റോയും jth കോളം ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റിൻ്റെ സൈൻ ചേഞ്ച് ആകും. ഡിറ്റർമിനൻറ്റ് ചേഞ്ചസ് സൈൻ. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഓക്കെ, സെയിം കോളം ചേഞ്ച് ചെയ്താലും. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ട് റോയോ കോളോ ഐഡൻറ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാട്രിക്സ് ഉണ്ടെന്ന് വെച്ചോ. 3 2 3 2 2 3 3 2 3. ഇപ്പോൾ ഈ മാട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് റോയും തേർഡ് റോയും ഐഡൻറ്റിക്കലാണ്, സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, അതെന്തായാലും 0 ആയിരിക്കും. അപ്പോൾ അതാണ് പ്രോപ്പർട്ടി 3 എന്ന് പറയുന്നത്. ഐഡൻറ്റിക്കൽ റോസ് ഓർ കോളം ഉണ്ടെങ്കിൽ, റോസ് ഓർ കോളം ഐഡൻറ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇംപ്ലൈസ് ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0. അത് തേർഡ് പ്രോപ്പർട്ടി. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു റോയിലെ എല്ലാ എലമെൻറ്റ്സിനെയും അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലമെൻറ്റ്സിനെയും
ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനൻ്റ് വാല്യൂം ആ കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ആകും. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. എന്താ ഓക്കെ, ഒരു എ എന്ന് പറഞ്ഞ ഇത് മാട്രിക്സ്, അതിപ്പോൾ 102 18 36 134 17 3 6 ഈ മാട്രിക്സിൻ്റെ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. ഇപ്പോൾ ഇതിലെ ഈ ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സും 6ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതിന് 102നെ നമുക്ക് 6 ഇൻറ്റു 17 എഴുതാം. അപ്പോൾ ഇത് 6 ഇൻറ്റു 17, 18 എന്ന് പറയുന്നത് 6 ഇൻറ്റു 3 ആണ്. അടുത്ത് 36 എന്ന് പറയുന്നത് 6 ഇൻറ്റു 6. പിന്നെ ഇവിടെ 134 17 3 6 ഇത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെയിം കോൺസ്റ്റൻറ്റ് വെച്ച് ഒരു റോയിലെ എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കാം. ഇവിടെ 6 ഇവിടെയും 6 ഉണ്ട്. അപ്പോൾ ആ റോയിലെ എല്ലാ എലമെൻറ്റിനെയും സെയിം കോൺസ്റ്റൻറ്റ് വെച്ചായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ 6 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാലൻസ് വരുന്നത് 17 3 6 1 3 4 17 3 6. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റോയും ഐഡൻറ്റിക്കലാണ്, സെയിം ആണ്. അപ്പോൾ നാച്ചുറലി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് 6 ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്നായിരിക്കും ഇതിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അത് മനസ്സിലാവില്ലായിരിക്കും ഐഡൻറ്റിക്കലാണെന്നുള്ളത്. കാരണം ഈ രണ്ട് റോയും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിലേഷൻ കാണാൻ പറ്റില്ല. പക്ഷേ ആ സമയം നമ്മൾ കോമൺ ഫാക്ടർ പുറത്തെടുത്ത ശേഷം നോക്കിക്കഴിഞ്ഞാൽ കാണാം രണ്ട് റോയും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആവും. അത് പ്രോപ്പർട്ടി 4. ഇനി പ്രോപ്പർട്ടി 5 എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു റോയോ കോളത്തിലെ എലമെൻറ്റ്സിനെ ഒരു സം ഓഫ് 2 or more ടേംസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിനെ ആ സം ഓഫ് 2 ടേംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിൾ ഉണ്ടെന്ന് വെച്ചോ. ലെറ്റ്സ് സേ ഇപ്പോൾ എ ബി സി എ പ്ലസ് എക്സ് ബി പ്ലസ് വൈ സി പ്ലസ് സെഡ് പിന്നെ 1 2 3. ഇപ്പോൾ ഈ ഒരു ഡിറ്റർമിനൻറ്റിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഒന്ന് എ ബി സി 1 2 3 പ്ലസ് എ ബി സി, ഇവിടെ ഓരോ എലമെൻറ്റും നോക്കിയാൽ കാണാം എ പ്ലസ് എക്സ് ബി പ്ലസ് വൈ സി പ്ലസ് 2 എന്നാണ്. അതായത് ഒരു സമ്മായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആ സമ്മ് എക്സ് വൈ സെഡ് 1 2 3 എന്ന് എഴുതാം. അപ്പോൾ ഈ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും, കാരണം ഫസ്റ്റും സെക്കൻഡ് റോയും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡിറ്റർമിനൻറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി ആ ആദ്യം കാണിച്ച മെട്രിക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് പ്രോപ്പർട്ടി 5 ആണ്. ഒരു ഏതെങ്കിലും ഒരു റോയിലെയോ കോളത്തിലെയോ എലമെൻറ്റ്സിനെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂം ഇതുപോലെ രണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ സമ്മായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇനി ഇത് റിലേറ്റ് ചെയ്ത് തന്നെയാണ് പ്രോപ്പർട്ടി 6 വരുന്നത്. നമ്മൾ മാട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു, ഓർക്കുന്നുണ്ടോ? RI ഈക്വൽ ടു RI പ്ലസ് KRJ എന്നുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ
R1 ചേഞ്ചിങ് ടു R1 പ്ലസ് 2 R2 ഇങ്ങനെയൊക്കെ ഒരു റോ ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു. ഈ പർട്ടിക്കുലർ റോ ഓപ്പറേഷൻസ് ചെയ്യുന്നതുകൊണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ആകില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഒരു ഡിറ്റർമിനൻ്റ് ഇതാണെന്ന് വെച്ചാൽ A1 A2 A3 B1 B2 B3 C1 C2 C3. ഇപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്. അതുപോലെ നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണ്. R1 ചേഞ്ചിങ് ടു R1 പ്ലസ് K R3. ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പുതിയ ഡിറ്റർമിനൻ്റ് R1 ചേഞ്ച് ആവുകയാണ്, R1 പ്ലസ് K R3 എന്നുള്ളത്. അപ്പോൾ A1 പ്ലസ് K C1, ഇവിടെ A2 പ്ലസ് K C2, ഇവിടെ A3 പ്ലസ് K C3. അതുപോലെ ബാക്കി രണ്ട് റോയും സെയിം തന്നെ, B1 B2 B3 C1 C2 C3. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിനർത്ഥം ഈ രണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂം സെയിം ആയിരിക്കും. അതാണ് പ്രോപ്പർട്ടി 6 എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് എന്താ പറയുക, പ്രോപ്പർട്ടി 5 യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാം. കാരണം ഈ ഒരു ഡിറ്റർമിനൻറ്റ് അതിൻ്റെ ഫസ്റ്റ് റോയിൽ കിടക്കുന്നത് ഒരു സം ഓഫ് 2 എലമെൻറ്റ്സ് എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ Δ1 ഈക്വൽ ടു A1 A2 A3 B1 B2 B3 C1 C2 C3 പ്ലസ് K C1 K C2 K C3 B1 B2 B3 C1 C2 C3. ഇനി പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് റോയിൽ K കോമൺ ആണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം. അപ്പോൾ K ഇൻറ്റു C1 C2 C3. അതുപോലെ തേർഡ് റോയും C1 C2 C3 ആണ്. ഇപ്പോൾ രണ്ട് റോ ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇതാണ് A1 A2 A3 B1 B2 B3 C1 C2 C3 എന്നുള്ളത്. അപ്പോൾ തിരിച്ചത് തന്നെ എത്തും. അപ്പോൾ അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഡെൽറ്റ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ ഈക്വൽ ടു Δ1 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ 6 പ്രോപ്പർട്ടിയാണുള്ളത്. ഇനി ഇത് വെച്ചിട്ട് കുറേ പ്രൂവ് ദാറ്റ് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റിലെ എക്സസൈസ് 4.2-ൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. ഈ ചാപ്റ്ററിൽ ഒരു ഏറ്റവും ടഫായിട്ടുള്ള പാർട്ട് ഈ ഒരു പർട്ടിക്കുലർ എക്സസൈസാണ്. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആൻസർ കിട്ടാൻ പാടാണ്. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരെണ്ണം കാണിക്കുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൂവ് ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് x plus y, y plus z, z plus x, z x y 1 1 1. ഈ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് ഒരു റോ ഓപ്പറേഷൻ ചെയ്യാം, എലിമെൻ്ററി റോ ഓപ്പറേഷൻ. അതായത് പ്രോപ്പർട്ടി 6 വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു ഓപ്പറേഷൻ ചെയ്യാം. R1 ചേഞ്ചിങ് ടു R1 പ്ലസ് R2 എന്നുള്ളത്. ഇത് ചേഞ്ച് ചെയ്താൽ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് പറ്റും? LHS ഈക്വൽ ടു R1 ചേഞ്ച് ആവുകയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെക്കൻഡ് റോയിൽ എലിമെൻ്റ് ആഡ് ചെയ്യണം. അപ്പോൾ പ്ലസ് Z. അതുപോലെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എക്സ് പ്ലസ് വൈ പ്ലസ് Z എന്ന് വരും. ഇവിടെ തേർഡിലും എക്സ് പ്ലസ് വൈ പ്ലസ് Z എന്ന് വരും.
ഇവിടെ z x y 1 1 1. അപ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതിൽ ഫസ്റ്റ് റോയിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്നുള്ളത് 3 എലമെൻറ്റിലും കോമൺ ആണ് അല്ലേ. ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഉണ്ട്, ഇവിടെയും സെയിം, ഇവിടെയും സെയിം. അപ്പോൾ അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു, അപ്പോൾ ബാലൻസ് അവിടെ പിന്നെ 3 സ്ഥലത്തും 1 വരുള്ളൂ. പിന്നെ സെഡ് എക്സ് വൈ 1 1 1. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് റോയും തേർഡ് റോയും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അത് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, RHS 0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസും നോക്കാം. ഞാൻ പറഞ്ഞ മാതിരി ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു സെക്ഷനായിട്ട് വരാറ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ വേറെ ഒരു കുറച്ച് സെക്ഷൻ കൂടിയാണ് കവർ ചെയ്യാനുള്ളത്. മൈനർ കോഫാക്ടർ അതുപോലെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.